ബർത്ത്ഡേ, അതുപോലെ ആഘോഷങ്ങൾ, കല്യാണങ്ങൾ, അതുപോലെ എന്ത് ആഘോഷത്തിനാണെങ്കിലും അവന്റെ ഫോട്ടോ വെച്ച് നമ്മൾ കത്തിച്ചു കൊടുക്കും. അത് ശരി. കല്യാണത്തിനാണെങ്കിലും മണ്ഡപത്തില് ഈ വധൂവരന്മാര് തിരി കത്തിക്കുന്നുണ്ടല്ലോ, പിന്നെ പകരം അവന്റെ ഫോട്ടോ വെച്ചുള്ള തിരി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ കരിമ്പൻ ഗ്രാമത്തിലാണ്. ഇവിടേക്ക് എത്തുമ്പോൾ ഈ ഓണക്കാലത്ത് പൂക്കളം പോലെ മനോഹരമായ ഒരു മെഴുകുതിരി കളം ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് ശ്രീ ജെയ്സൺ. ജെയ്സൺ, നമസ്കാരം. നമസ്കാരം. എത്ര നാളായി ഇത്തരത്തിലുള്ളൊരു സംരംഭം ആരംഭിച്ചിട്ട്? ഈ മെഴുകുതിരി സംരംഭം തുടങ്ങിയിട്ട് ഒരു 8 വർഷമായി. ഈ ഇതിന് വെറൈറ്റി ആയിട്ട് കഴിഞ്ഞ വർഷം തൊട്ടാണ് പൂക്കളം ഇടാൻ തുടങ്ങിയത്. അത് ശരി. ഇതെല്ലാം ഏതെല്ലാം ടൈപ്പാണ് ഇതിനകത്തുള്ളത്? ഇത് ഈ ഏറ്റവും പുറയിൽ വെച്ചേക്കുന്ന എല്ലാം ജൽത്തിരികളാണ്. പിന്നെ അകത്ത് വെച്ചേക്കുന്നത് നമ്മൾ സാധാരണ ഈ കല്ലറയിൽ കത്തിക്കുന്ന തിരികള്, പിന്നെ റോസപ്പൂവിന്റെ. പിന്നെ ഇത് അകത്ത് വെച്ചേക്കുന്ന സാധാ തിരികളാണ്, നീളത്തിലുള്ള തിരികള്. ശരി ശരി. എത്ര വെറൈറ്റി തിരികൾ ഇപ്പൊ നമുക്ക് ഈ പൂക്കളത്തിൽ കാണാൻ പറ്റുന്നുണ്ട്? ഒരു 10 കൂടുതൽ വെറൈറ്റി കൂടുതലുണ്ട്. അപ്പോ മെഴുകുതിരികൾ കൊണ്ട് ഇങ്ങനെ നമുക്ക് രൂപകൽപ്പന ചെയ്യാം അല്ലേ? ഇപ്പൊ താങ്കൾ ഇങ്ങനെ ഒരു സംരംഭം, ജ്യോതി കാൻഡിൽസ് എന്ന് പറയുന്ന ഒരു സംരംഭം ആരംഭിച്ചിട്ടും എത്ര നാളുകളായി? 8 വർഷം കഴിഞ്ഞു. 8 വർഷം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ മേശപ്പുറത്തും വ്യത്യസ്ത തരത്തിലുള്ള മെഴുകുതിരികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഗ്ലാസിനകത്തുള്ള മെഴുകുതിരികളുടെ ഒരു പ്രത്യേകത എന്താണ്? ഇത് ജൽത്തിരികളാണ്. ജെല്ലാണ് ഇതിന്റെ രീതിയിൽ. ഓ, ജെല്ലാണ് അല്ലേ? ജെല്ല. അത് കളറ് ചേർത്താണ്. കളറ് ചേർക്കാത്ത ഒറിജിനൽ ഇതുപോലെ ഇരിക്കും. ഓ ശരി. നല്ല പച്ചവെള്ളം പോലെ ഇരിക്കും. ശരി. അപ്പൊ ജെല്ലാണല്ലേ? പതുക്കെ കത്തിത്തീരുള്ളൂ. പതുക്കെ കത്തിത്തീരുള്ളൂ. ഇതൊക്കെ ഈ പാക്കറ്റ് ഒക്കെ എത്ര രൂപ പാക്കറ്റാ? ഇത് ഞാൻ ഇവിടെ 110 രൂപയ്ക്ക് കൊടുക്കും. 1/2 കിലോ പാക്കറ്റ്. 1/2 കിലോ. ഇത് സാധാരണ പള്ളികളുടെ ആവശ്യത്തിനുള്ളതാണ്. ഗ്ലോബ് മെഴുകുതിരി. ഗ്ലോബ് തിരി എന്ന് പറയും. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് ഇതിന്റെ ഈ ബാക്ക് വൈസ് 2 വശവും ഇതുപോലെ തന്നെയായിട്ട് ആക്കുന്ന. ഇത് ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്തേക്കുന്നത് മുകൾ ഭാഗം കുറിച്ചുള്ള രീതിക്കുള്ളതാണ്. ഗ്ലോബ് തിരി പള്ളിയിൽ അൾത്താരെ കത്തിക്കാൻ വേണ്ടി. ഇത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? ഇത് 1 കിലോ. 32 രൂപ. 32 എണ്ണം. 32 എണ്ണം. എത്ര രൂപയ്ക്ക് കൊടുക്കുക? 220 രൂപ. പള്ളികളുടെ ആവശ്യത്തിന്. കളർഫുൾ ആയിട്ടുള്ള മറ്റൊരു വെറൈറ്റി. ഇത്തരത്തിൽ നമുക്ക് വിൽപ്പനയ്ക്കുള്ള എത്ര വെറൈറ്റി മെഴുകുതിരികളുണ്ട്? ഒരു 10-12 ഐറ്റങ്ങളുണ്ട്. റോസാപ്പൂവിന്റെ രൂപത്തിലുള്ളത്, ഇത് തട്ടുതട്ടായിട്ടുള്ളത്. ഇത് സിമിത്തേരി കത്തിക്കുന്നുണ്ട്. എന്താ ഈ ജൽ മെഴുകുതിരി ഉണ്ടാക്കിന്റെ തിരി മെഴുക. ഓ ശരി. അത് ദ്രാവക രൂപത്തിലുള്ളതാണ്? അല്ല, ഇത് ജെല്ലായിട്ട് നമുക്ക് ഇത് ഉരുക്കി ഒഴിക്കണം. അത് ശരി. അപ്പൊ ഇത് എവിടത്തേക്കാ കിട്ടുന്നത്? ഇത് എറണാകുളത്ത് നിന്നാണ് ഈ ഐറ്റങ്ങള്. എറണാകുളത്ത്. ശരി. അപ്പൊ ജെല്ല് തിരികൾ തന്നെ നല്ല നല്ല ഭംഗിയുണ്ട്. ജെല്ല് തിരികളുടെ ഒരു പ്രത്യേകത ഇതാണ്. ഇത് കോഴിമുട്ട. കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള തിരി. ഇതിന്റെ കൂടുതലുണ്ടായിരുന്ന എല്ലാം വിറ്റ് തീർന്നാണ്. അതുകൊണ്ട് ഇതൊക്കെ സാധാരണ ഇതിപ്പം ജസ്റ്റ് നമുക്ക് പ്രാർത്ഥനാ സമയത്തൊക്കെ എത്തിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടുതലല്ലേ എന്തെങ്കിലും ആഘോഷങ്ങളുടെ സമയത്തൊക്കെയാണ് എല്ലാവരും കൂടുതലും വാങ്ങിക്കുന്നത്. ഇത് ഇപ്പം പുതിയതായിട്ട് തുടങ്ങുന്നതാണ് ഫോട്ടോ വെച്ച്. ബർത്ത്ഡേ, അതുപോലെ ആഘോഷങ്ങൾ, കല്യാണങ്ങൾ, അതുപോലെ എന്ത് ആഘോഷത്തിനാണെങ്കിലും അവന്റെ ഫോട്ടോ വെച്ച് നമ്മൾ കത്തിച്ചു കൊടുക്കും. അത് ശരി. കല്യാണത്തിനാണെങ്കിലും മണ്ഡപത്തില് ഈ വധൂവരന്മാര് തിരി കത്തിക്കുന്നുണ്ടല്ലോ, പിന്നെ പകരം അവന്റെ ഫോട്ടോ വെച്ചുള്ള തിരി കത്തിക്കുന്നത്. മാത്രമല്ല വിവാഹ മണ്ഡപത്തിൽ മാത്രമല്ല, ഓരോ ഒക്കേഷനിൽ എന്ത് പരിപാടിക്കാണെങ്കിലും എല്ലാം ഉണ്ട്. അതുപോലെ ഈ ബർത്ത്ഡേക്ക് ഈ പ്രായം ഉള്ള എണ്ണത്തിനുള്ള തിരി വെക്കാതെ ഫോട്ടോ വെച്ചുള്ള തിരി വെച്ച് എത്തിക്കാൻ. ഓ ശരി ശരി. ഒത്തിരി പരിപാടിക്ക് ഫോട്ടോ ഉള്ള തിരി, ഇത്രയുള്ള വലിപ്പമുള്ള തിരി ഉണ്ടാക്കാൻ എത്ര രൂപ നമുക്ക് ചെലവ്? ഇത് ഒരു 200 രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്നുണ്ട്. 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് ഇവിടെ തന്നെ ചെയ്യുന്നതാണ്? ഇവിടെ തന്നെ ചെയ്യുന്നത്. ശരി. എല്ലാം ഇവിടെ തന്നെ. നമ്മൾ ഫോട്ടോ തന്നാൽ മതി. ഫോട്ടോ വാട്സപ്പിൽ അയച്ചു തന്നാൽ ശരി. അപ്പുറത്തെ തിരിയില് ഇത് ചെയ്യാനുള്ളതാണ്. ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിയാ ശരി. കൂടുതലും ഈ കളറിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് എല്ലാ കളറും പറ്റും. ജെയ്സന്റെ അടുത്തേക്ക് വന്നാൽ ഇത്തരത്തിലുള്ള
തിരികൾ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ടുള്ള തിരികൾ രൂപകൽപ്പന ചെയ്യുന്നുണ്ട് അല്ലേ? ഉണ്ട്. തിരികളുടെ ഒരു സംരംഭം. തിരികൾ എല്ലാവരും നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ജെയ്സന്റെ അരികിലേക്ക് വരുമ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള തിരികൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഏത് ഒക്കേഷനിൽ വേണമെങ്കിലും നമുക്ക് കത്തിക്കാൻ പറ്റുന്ന തിരികളാണ്. ജെല്ലായിട്ടുള്ള മെഴുകുതിരികളുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതുതായിട്ട് ഇപ്പോഴ് ഫോട്ടോ വെച്ച് രൂപകൽപ്പന ചെയ്ത തിരികളാണ്. ജെയ്സൺ എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ തന്നെ താമസിക്കുന്നത്. ജെയ്സന്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ജെയ്സൺ കരിമ്പൻ സ്വദേശിയാണ്. ഇത് കരിമ്പൻ കറക്റ്റ്? കരിമ്പൻ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിന്റെ നേരെ ഫ്രണ്ടിലാണ്. കരിമ്പൻ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിന്റെ നേരെ മുന്നിലാണ് ജെയ്സൺ താമസിക്കുന്നത്. ഒരുപാട് സന്തോഷം.